2014-2019 വർഷങ്ങളിൽ BJP വൻ ഭൂരിപക്ഷത്തിലാണ് ഭാരതത്തിൽ താമര വിതയിച്ചത്. പക്ഷേ 2024 ചെറിയ തോതിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നത് വ്യക്തമാണ്. എന്നാൽ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒന്നും വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റില്ല. അതായത് തുറന്നു പറഞ്ഞാൽ കുടിച്ച വെള്ളത്തിൽ ഇവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നത് വ്യക്തമാണ്. ഏത് നിമിഷവും മറുകണ്ഠം ചാടാമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ താമരയായിട്ട് BJP, അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ ഇറ്റലിയിൽ പോയിട്ട് വന്നിട്ട് ഓപ്പറേഷൻ താമരയെ പറ്റി ആലോചിക്കാം എന്ന തീരുമാനത്തിലായിരുന്നു നരേന്ദ്രമോദി. കോൺഗ്രസിനെ തകർത്ത് നാമാവിശേഷമാക്കാൻ ഇറ്റലിയുടെ സുന്ദരിയായ പ്രധാനമന്ത്രി ജോർജ് മെലാനി തന്റെ ഉറ്റ ചങ്ങാതിയായ നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരു സമ്മാനം തന്നെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നൽകുന്നത് പോലെ ബൊക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിമയോ ഒന്നും അല്ലായിരുന്നു. കോൺഗ്രസിന്റെ തല തന്നെ വെട്ടി മാറ്റാൻ സാധിക്കുന്ന ഉഗ്ര പ്രഹരശേഷിയുള്ള ഒരു വജ്രായുധം തന്നെ മെലാനി നരേന്ദ്രമോദിക്ക് അങ്ങ് നൽകി. അതിന്റെ പേരാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിന്റെ രേഖകൾ. ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവനും മോദിയിലും ജോർജ് മെലാനി ഉൾപ്പെടെ G7 ഉച്ചകോടിയിൽ പങ്കെടുത്തവരിലായിരുന്നു. മെലോണിയും മോദിയും തമ്മിലുള്ള സെൽഫിയുടെ വിശേഷങ്ങളൊക്കെയായിരുന്നു അവർ സ്റ്റോറിയായി മെനുക്കിക്കൊണ്ടിരുന്നത്. ഇതിന്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ ഒരു തിരക്കഥ ഒരുങ്ങുന്നുണ്ട് എന്ന് ആരും വിചാരിച്ചതുമില്ല. അങ്ങനെ അവസാനം ആ റിപ്പോർട്ട് മെലോനി മോദിക്ക് നൽകി. റിപ്പോർട്ടെന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു രേഖ അല്ലെങ്കിൽ ഒരു തെളിവ് എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയണം. അതിനെപ്പറ്റി കൂടുതൽ വിശേഷം നമുക്ക് നോക്കാം. പ്രതിരോധ സാമഗ്രി നിർമ്മാണ രംഗത്തെ ഇറ്റാലിയൻ ഭീമനായ ഫിൽമെക്കാനിക്ക നിർമ്മിച്ച 12 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഇന്ത്യ കരാർ ഒപ്പിട്ടതാണ് ഈ അഴിമതിയുടെ ആരംഭം എന്ന് പറയുന്നത്. 2004 മുതൽ 2014 വരെ രണ്ടാം UPA സർക്കാരിന്റെ കാലത്താണ് ഈ അഴിമതി നടന്നതും വൻ വിവാദമായതും. ഇടപാടിൽ ഒരു ഇടനിലക്കാരനും ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും കോഴ നൽകിയിട്ടുണ്ടെന്നാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായി ബന്ധപ്പെട്ട കേസ്. ഇതുമായി ബന്ധപ്പെട്ട് ഇറ്റലി അധികൃതർ അന്വേഷിച്ചപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഓരോന്നായി പുറത്തു വന്നത്. ഇന്ത്യയിൽ ആർക്കൊക്കെ പണം നൽകി എന്ന തെളിവുകളും ഇറ്റലി സർക്കാരിനും അവിടുത്തെ പോലീസിനും ലഭിച്ചു. അതോടെ UPA സർക്കാരിന്റെ കാലത്ത് നടന്ന ഏറ്റവും വലിയ വൻ കുംഭകോണം അഴിമതിയായി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ കേസ് മാറി. അന്ന് സോണിയാഗാന്ധി അന്നത്തെ ഭരണസ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറ്റലിയോട് രഹസ്യ സ്വഭാവമാക്കി മാറ്റുകയും അത് അവിടെ തന്നെ വെളിച്ചം കാണാതെ ഇറ്റലിയിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് സോണിയാഗാന്ധി പറഞ്ഞു. ആ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു മെലോനി ഇടുതി പോലെ ആ റിപ്പോർട്ട് ഡീക്ലാസിഫൈഡ് ആക്കി നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തത്. അതോടെ ഈ കേസിന് വീണ്ടും ജീവൻ വയ്ക്കുകയാണ്. 3600 കോടി രൂപയുടെ കുംഭകോണമാണ് ഈ ഹെലികോപ്റ്റർ ഇടപാടുമായി നടന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ഇടപാട്. Mi-8 ഹെലികോപ്റ്ററുകൾക്ക് കാലപ്പഴക്കം ചെന്നെന്നും പകരമായി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾക്ക് വാങ്ങാനും എന്നുമുള്ള വ്യാജേനയാണ് സർക്കാർ ഈ കരാറിൽ ഒപ്പിടാൻ തീരുമാനിച്ചത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയ VVIPകളുടെ യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ഹെലികോപ്റ്റർ എന്നായിരുന്നു അന്നത്തെ വാദം. ക്രിസ്ത്യൻ മിഷലേഷ് എന്ന ഇടനിലക്കാരൻ വഴിയാണ് ഈ ഡീലെല്ലാം അന്ന് UPA സർക്കാർ ഉറപ്പിച്ചത്. അഗസ്റ്റയ്ക്ക് അനുകൂലമായി കച്ചവടം ഉറപ്പിക്കാൻ ക്രിസ് മിഷലേഷ് 295 കോടി രൂപ കോഴ നൽകിയെന്ന കുറ്റകൃത്യത്തിൽ പറയുന്നുണ്ട്. ഇത്രയും തന്ത്രപ്രധാനമായ പ്രാധാന്യമുള്ള ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഹെലികോപ്റ്ററിന്റെ ഗുണനിലവാരം പരിശോധിച്ചോ അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താൻ അന്ന് UPA സർക്കാർ തീരുമാനിച്ചു. ഒരു ഹെലികോപ്റ്റർ വാങ്ങുമ്പോൾ അതിൽ ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ച നിബന്ധനകളെല്ലാം തന്നെ ഉണ്ട്. അത് ഒരിക്കലും നമുക്കത് തെറ്റിക്കാൻ പാടില്ല. കാര്യം അത് അതിന്റെ സുരക്ഷയാണ്. ക്യാബിന്റെ ഉയരം, പരമാവധി പറക്കാവുന്ന ഉയരം തുടങ്ങിയ മാനദണ്ഡങ്ങളെല്ലാം അയവ് വരുത്തിയാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ വാങ്ങാൻ അന്നത്തെ UPA സർക്കാർ തീരുമാനിച്ചത്. 2012 ആയപ്പോഴേക്കും 3 AW101 ഹെലികോപ്റ്ററുകൾ ഭാരതീയ വ്യോമസേനയ്ക്ക് ലഭിച്ചു. 2013 ഫെബ്രുവരിയിൽ ഇറ്റാലിയൻ പോലീസ് അന്നത്തെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് CEO ബ്രൂണോ സ്പാഗ്നോളിയെയും ഫിൽമാനിയുടെ മുൻ പ്രസിഡന്റ് ഗ്യൂസെപ്പോ ഓർസിയെയും IA-യുമായുള്ള കരാർ ഒപ്പിടാൻ കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. ഇതോടെ കാര്യം പന്തിയല്ല എന്ന് മനസ്സിലാക്കി കരാർ റദ്ദാക്കാൻ UPA സർക്കാർ തീരുമാനിച്ചു. ഈ റദ്ദാക്കിയ കരാർ മൂലം ഇന്ത്യയുടെ ഖജനാവിന് ഏകദേശം 2666 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന പേരിൽ CBI ഈ കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തു. ഈ വലിയ പ്രതിരോധ കുംഭകോണത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്
UP അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി, മുൻ IAF മേധാവി SP ത്യാഗി എന്നിവരുടെ പങ്ക് സംശയാസ്പദമാണ്. അതായത് എന്തുകൊണ്ട് UPA സർക്കാർ ഇങ്ങനെ ഒരു ചതി ഇന്ത്യൻ ജനതയോട് ചെയ്തു? അതായത് രാജ്യത്തെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന ഒരു കാര്യമാണ് UPA സർക്കാർ നടത്തിയത്. ഈ ഹെലികോപ്റ്ററിൽ പറക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷ്കരമായ ഒരു കടമ്പയാണ്. കാരണം കാലാവസ്ഥയുടെയൊക്കെ വ്യതിയാനം നോക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ തന്നെ ചീഫ് മരിച്ചത്. ഇന്ത്യൻ ആർമിയുടെ എയർഫോഴ്സിൻ്റെയും വ്യോമസേനയുടെയും ഒക്കെ തലവൻ, മുൻ ചീഫ് മരിച്ചത് ഈ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്നാണ്. അപ്പോൾ രാജ്യത്തെ തകർക്കുക, അതായത് UPA സർക്കാരിൻ്റെ അവസാനം 2014 ഇനി UPA സർക്കാർ അതായത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ഇനി ആരും അധികാരത്തിൽ വരില്ല എന്ന് അവർക്ക് അന്ന് തോന്നിയത് കൊണ്ടാകാം ഇങ്ങനെ ഒരു ചതി ഇന്ത്യൻ ജനതയോട് അല്ലെങ്കിൽ ഭാരതത്തോട് ചെയ്തത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഈ കേസ് പുറത്തു വന്നതോടുകൂടി ഇനി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഇനി സംഭവിക്കാൻ പോകുക എന്നതാണ് ഇനി നമുക്ക് കാണേണ്ടത്.